ഇരിക്കുന്ന നമ്മളോട് ബ്രോയോട് ഞാൻ പറയും ബ്രോ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്ത് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടിക്കുന്നു ബ്രോ ഒടിക്കും ചിന്തിക്കണം ആദ്യം. ഞാൻ ചിലപ്പോൾ കുപ്പത്തൊട്ടി കിടക്കുകയായിരിക്കും. എടാ അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുടെ ഓപ്പർച്യൂണിറ്റി കളയുന്ന ബ്രോ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കണം. അതിന്റെ ആവശ്യമില്ലല്ലോ. ബ്രോയ്ക്ക് തോന്നുന്ന കാര്യം ബ്രോ ചെയ്യുക, അതാണ് ബ്രോയുടെ മൈൻഡ് സെറ്റ്. ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി. പിന്നെ എന്തിനാ നമ്മൾ ബാക്കി ആൾക്കാർ എന്നോട് പറയണ ഈ വണ്ടി വേണ്ട നമുക്ക് ആ വണ്ടി വാങ്ങിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ കാശ് മുടക്കുന്നത്, എന്റെ താല്പര്യമല്ലേ. ഐ വിൽ ടേക്ക് സജഷൻസ്. കോൾ എന്റെയാ, ഡിസിഷൻ എന്റെയാ. വേണോ വേണ്ടയോ സജഷൻ പറഞ്ഞു, ബ്രോ എത്ര വേണം പറഞ്ഞു, കേൾക്കണോ വേണ്ടോ ഞാനല്ലേ തീരുമാനിക്കുന്നത്. ആർക്കെന്തും പറയാം. എന്റെ ലൈഫിൽ അതുകൊണ്ട് അധികാരം പറയാറില്ല. ഈവൻ അപ്പനും അമ്മയും എൻ്റെ അടുത്ത് നല്ല റെസ്പെക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് അവരെന്നോട് എടാ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയില്ല. അവർക്കറിയാം ഞാൻ അങ്ങനെ ചെയ്തോളും, ഞാൻ ഡെവലപ്പ് ആക്കിക്കോളും എന്ന് അവർക്കറിയാം. ചേട്ടനുണ്ട്, ഈവൻ ചേട്ടനും ഇന്റർഫിയർ ചെയ്യില്ല. നല്ലൊരു അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനം പോയില്ലേ. ഈ പേരൻസ് പറയണതൊക്കെ അനുസരിക്കുന്ന ഒരു പയ്യനായിരുന്നു അപ്പൊ ചെറുപ്പത്തില്? അത് അവർക്കൊരു തലവേദനയായിരുന്നു എപ്പോഴെങ്കിലും? രണ്ടാമത്തെ കാര്യം അവർക്ക് മാരക തലവേദനയായിരുന്നു. ഞാൻ അമ്മയപ്പൊക്കെ ഒരുപാട് സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് നല്ല നടപ്പിന് സ്കീമില്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊന്നും ഇങ്ങനെ നടന്നത് ശരിയാവത്തില്ല. അത് തുടങ്ങുന്നത് ശ്രീലങ്ക എന്നാ? ലൈഫ് തുടങ്ങിയത് അവിടുന്ന്. എന്റെ പൊന്നെ ശ്രീലങ്ക വാസ് സോ ഗുഡ്. അവിടെ നിന്നാണ് എന്റെ ലൈഫ് തുടങ്ങുന്നത്. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ നമ്മളെ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ അവരൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. ആൾക്കാരൊക്കെ നമ്മളെ നല്ല അടി നല്ലടി കിട്ടും. ചെന്ന് നോക്കാൻ അങ്ങോട്ട് ചുമ്മാ നമ്മളൊരു നോർമൽ സെറ്റപ്പിൽ അങ്ങോട്ട് പോയി നമ്മുടെ കൂടെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചിടിക്കും. അവർക്ക് ഇഷ്ടമല്ല നമ്മളെ. കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇടി കിട്ടാതിരിക്കാനെന്താ, തിരിച്ചു കൊടുക്കാൻ പറ്റിയോ? പിന്നെ ചെന്നാ മതില്ല അങ്ങോട്ട് തിരിച്ചിടിക്കാൻ വേണ്ടി അവരുടെ നാട്ടിൽ പോയിട്ട് അവരെ തൊടാൻ വേണ്ടി കിട്ടുക വാങ്ങിക്കുക പോവുക. ആ ഒരു സ്കീമാണ് നമ്മള്.